കിഴക്കൻ പലസ്തീനിലെ അഭ്യർത്ഥികൾക്കായുള്ള യുഎന്നിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ 2.5 മില്യൺ ധനസഹായത്തിന്റെ രണ്ടാം ഘട്ടം നൽകിയ ഇന്ത്യക്ക് തങ്ങളുടെ അഗാധമായ നന്ദി രേഖപ്പെടുത്തി പലസ്തീൻ. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള 2.5 മില്യൺ ധനസഹായത്തിലെ രണ്ടാം ഗഡു പുറത്തുവിട്ടതിന് ഇന്ത്യൻ സർക്കാരിന് ഞങ്ങളുടെ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നുവെന്ന് പലസ്തീൻ എംബസി പ്രസ്താവനയിലൂടെ അറിയിച്ചു. മാനുഷിക സഹായത്തിനുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധതയെയും എംബസി അഭിനന്ദിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തിന്റെ പ്രാധാന്യത്തെ ഊന്നിപ്പറഞ്ഞ പലസ്തീൻ എംബസിയുടെ ചുമതലയുള്ള അബേദ് അബു ജാസർ 1949 സ്ഥാപിതമായ UNRWCയുടെ മാൻഡേറ്റിനുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ പിന്തുണയുടെ സാക്ഷ്യമാണിതെന്നും പറഞ്ഞു. പലസ്തീനിലെ ഇന്ത്യയുടെ പ്രതിനിധി ഓഫീസ് തിങ്കളാഴ്ച 2.5 മില്യൺ ധനസഹായം പുറത്തിറക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, ദുരിതാശ്വാസം, പലസ്തീൻ അഭ്യർത്ഥികൾക്കായുള്ള സാമൂഹിക സേവനങ്ങൾ എന്നിവയുൾപ്പെടെ UNRWAയുടെ പദ്ധതികൾക്കും സേവനങ്ങൾക്കുമായി ഇന്ത്യ നാളിതുവരെ $40 മില്യൺ ധനസഹായമാണ് നൽകിയിരിക്കുന്നത്. പലസ്തീനും ഇസ്രായേലിനും വേണ്ടി ദ്വിരാഷ്ട്ര പരിഹാരത്തെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നാണ് യുഎന്നിലെ ഇന്ത്യൻ പ്രതിനിധി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇസ്രായേലിന്റെ സുരക്ഷാ ആവശ്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര രാജ്യത്ത് പലസ്തീൻ ജനതയ്ക്ക് ജീവിക്കാൻ കഴിയണമെന്നും ഇന്ത്യ പറഞ്ഞു. പലസ്തീന് നൽകുന്ന മാനുഷിക സഹായം തുടരുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തെയും അപലപിച്ചിരുന്നു. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളെയും മറ്റ് നിയമങ്ങളെയും എല്ലാ സാഹചര്യങ്ങളിലും എല്ലാവരും ബഹുമാനിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. അതോടൊപ്പം ഗാസയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇസ്രായേലി അഭയാർത്ഥികളെ നിരുപാധികം വിട്ടയക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീൻ അംഗത്വം നൽകുന്ന കാര്യം വീണ്ടും പരിഗണിച്ചേക്കുമെന്നും ഇന്ത്യയുടെ പ്രതിനിധി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. നേരത്തെ യുഎന്നിൽ അംഗത്വം നേടുന്നതിനു വേണ്ടി പലസ്തീൻ അപേക്ഷ പരിഗണിക്കുമ്പോൾ അമേരിക്ക വീറ്റോ അധികാരം ഉപയോഗപ്പെടുത്തി അത് തടഞ്ഞിരുന്നു. യുഎന്നിൽ ഒരു പ്രമേയം പാസ്സാക്കുന്നതിന് കുറഞ്ഞത് 9 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. അതോടൊപ്പം സ്ഥിരമംഗങ്ങളായ ചൈന, ഫ്രാൻസ്, റഷ്യ, UK, US തുടങ്ങിയ രാജ്യങ്ങളിൽ ആരും എതിർക്കുകയും ചെയ്യരുത്. പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ ഇന്ത്യ ദ്വിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് നേരത്തെ വിദേശകാര്യമന്ത്രി S ജയശങ്കറും വ്യക്തമാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളും ചേർന്നാണ് പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടതെന്നും ഇസ്രായേലിനെ പോലെ തന്നെ പലസ്തീനും സ്വതന്ത്ര രാജ്യം ആവശ്യമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.